നമസ്കാരം. ഞാൻ ലെനിൽ. വലിയ ലോകത്തിലെ ചെറിയ കാര്യങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 4 വൈകുന്നേരമായി. കേരള അടക്കം 5 സ്ഥലങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നു. തമിഴ്നാട്ടിൽ അപ്രതീക്ഷിതമായിട്ടുള്ള റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത്. വെസ്റ്റ് ബംഗാളിലാണെങ്കിലും BJP ഇത്ര വലിയൊരു വിജയം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അതിൻ്റെ കാരണം BJP വിരുദ്ധർ പറയുന്ന പോലെ ചിലപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആവും, എന്താ അറിയില്ല. അത് നമ്മൾ കൂടുതൽ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കേരളത്തിൻ്റെ റിസൾട്ട് വെക്കാം. കേരളത്തിലെ റിസൾട്ട് നമ്മൾ ഉദ്ദേശിച്ച അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ഒരു ട്രെൻഡ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളതെന്നുണ്ടെങ്കിലും ഇത്രയും വലിയൊരു പരാജയം LDFന് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. UDFൻ്റെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ജനങ്ങൾക്ക് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഈ മന്ത്രിസഭയോട്, ഈ ഭരണത്തിനോട് ഇത്രയും അധികം വിരോധമുണ്ട് എന്നുള്ളത് നമുക്ക് ഈ റിസൾട്ട് കണ്ടപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിണറായി വിജയൻ ആദ്യത്തെ മന്ത്രിസഭയിലെ മികച്ച പ്രകടനം നടത്തിയ മന്ത്രിമാരൊക്കെ മാറ്റി പുതിയ മന്ത്രിമാരെ കൊണ്ടുവന്നു. മന്ത്രിസഭയെ മുഴുവനും തൻ്റെ നിയന്ത്രണത്തിലാക്കി. അതോടൊപ്പം പാർട്ടീനെ നിയന്ത്രണത്തിലാക്കി. സർവാധിപതിയായിട്ട് ഒരു ഡിക്റ്റേറ്ററായിട്ട് വളർന്നു വന്നപ്പോൾ അതിനോട് ജനങ്ങളുടെ പ്രതികരണമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത്തരത്തിലുള്ള ഏകാധിപതികളൊന്നും വളർത്തിയ ഒരു ചരിത്രം കേരളത്തിനില്ല. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ രമേശ് ചെന്നിത്തലനെയും VD സതീശനൊക്കെ അണികൾ തോളിലെടുത്തുകൊണ്ട് പോകുന്നത് കാണുന്നുണ്ട്. അവർ എന്തെങ്കിലും ചെയ്തതിൻ്റെ ഫലമായിട്ടാണെങ്കിൽ റിസൾട്ട് വന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ജനങ്ങൾ ഇത് തന്നെയാണ് ചെയ്യാൻ കാത്തിരുന്നിരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ UDFനെ സംബന്ധിച്ചിടത്തോളം ഇനിയാണ് അവർക്ക് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി വരുന്നത്. മുഖ്യമന്ത്രിനെ തിരഞ്ഞെടുക്കണം. UDFിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുമെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഒരാഴ്ചയായിട്ടും സ്ഥാനാർത്ഥി പട്ടിക ഫൈനലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനേക്കാൾ വലിയൊരു വെല്ലുവിളിയാണ് അവർക്ക് മുൻപിലുള്ളത് ഇനി ഒരു മുഖ്യമന്ത്രിനെ തിരഞ്ഞെടുക്കാൻ. അതെങ്ങനെ വരുന്ന കണ്ടറിയണം. അതിനേക്കാൾ ഉപരിയായിട്ട് ജനങ്ങളിപ്പോൾ ഏൽപ്പിച്ചിട്ടുള്ള ഈ ഉത്തരവാദിത്തം LDFൻ്റെ നിന്ന് അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ നിന്ന് ഭരണം പിടിച്ചെടുത്ത് UDFനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് എത്രത്തോളം അവർ നിറവേറ്റും അല്ലെങ്കിൽ ഇതിൽ നിന്നും എന്ത് മാറ്റമുള്ള നടപടികളാണ് അവർ ഭരണത്തിൽ കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. എന്ത് തന്നെ ആയാലും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കുന്ന നികുതിപ്പണം പലതരത്തിലും, ഇപ്പം ഞാനൊരു NRI ആണ്. നമ്മൾ NRIകൾക്കാർ നികുതി ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് പൂർണ്ണമായും തെറ്റാണ്. നമ്മൾ വരുമാനം ഇൻകം ടാക്സ് മാത്രമേ കൊടുക്കാത്തുള്ളൂ. ബാക്കി എല്ലാതും നമ്മുടെ കുടുംബക്കാരൊക്കെ വാങ്ങിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും അവൈൽ ചെയ്യുന്ന എല്ലാ സൗകര്യങ്ങൾക്കും നമ്മൾ ടാക്സ് കൊടുക്കുന്നതാണ്. സെയിൽസ് ടാക്സും സർവീസ് ടാക്സ് എല്ലാം കൂടി GST ആക്കിയിട്ട് ഇപ്പം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നികുതി പണങ്ങൾ, നമ്മുടെ കയ്യിൽ നിന്ന് പിരിക്കുന്ന നികുതി പണങ്ങൾ നമുക്ക് വേണ്ടി തന്നെ, നമ്മുടെ നാടിൻ്റെ പുരോഗതിക്കും നമ്മുടെ ജനങ്ങളുടെ നന്മയ്ക്കും വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കപ്പെടുന്ന ഒരു സർക്കാരാണ് വരേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതങ്ങനെ തന്നെ ആവട്ടെ എന്ന് നമ്മൾ വിചാരിക്കാം. ഇനി അങ്ങനെ വന്നില്ലെങ്കിൽ ഇതുപോലെ തിരിച്ചൊരു ട്രെൻഡ് LDFന് അനുകൂലമായിട്ട് 5 വർഷം കഴിയുമ്പോൾ ഉണ്ടാവും. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. അവർക്ക് ഇതിനെ പ്രതികരിക്കാൻ 5 വർഷം കൂടുമ്പോഴേ ഒരു അവസരം കിട്ടുന്നുള്ളൂ എന്നുള്ളത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു ന്യൂനതയാണ്. അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു റിവേഴ്സൽ ട്രെൻഡിൽ ഇനി ഇത്രയും തന്നെ ഉണ്ടാവുമോ എന്നുള്ളത് 5 വർഷത്തൊക്കെ കഴിയുമ്പോൾ മുൻപുണ്ടായിരുന്ന പോലെയുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം അല്ല ഇവിടെ ഉള്ളത്. ഇപ്പോൾ മുൻപത്തൊക്കെ അപേക്ഷിച്ച് BJPക്ക് ഒരു 3 സീറ്റ് കിട്ടിയിട്ടുണ്ട്. അതിൽ കഴക്കൂട്ടത്ത് വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണെന്നുണ്ടെങ്കിലും എണ്ണത്തിൽ 3 സീറ്റ് BJP കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു ആൾട്ടർനേറ്റീവായിട്ട് ജനങ്ങൾ BJPനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു ഷിഫ്റ്റ് ഉണ്ടായി എന്ന് വരില്ല. BJPനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ പൂർണ്ണമായിട്ടും പിണറായി വിജയൻ്റെ ഭരണത്തിൽ നിന്ന് പുറത്താക്കിയേ പറ്റുള്ളൂ എന്നുള്ള തീരുമാനം ഉണ്ടായതുകൊണ്ട്, ഇത്രയും വലിയൊരു പിണറായി വിരുദ്ധ വികാരം ഉണ്ടായതുകൊണ്ടാണ് BJPക്ക് പ്രതീക്ഷിച്ചത്രയ്ക്കും വലിയൊരു പ്രകടനം നടത്താൻ പറ്റാതിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ മെച്ചപ്പെട്ട പ്രകടനം BJP നടത്താൻ പറ്റിയാണ്.
ഇത് പിണറായി വിരുദ്ധ വോട്ടുകൾ മുഴുവനും പിണറായിനെ പുറത്താക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി UDF അനുകൂലമായി പോയി. മാത്രമല്ല മഞ്ചേശ്വരം, കാസർഗോഡ് 2 മണ്ഡലങ്ങളിൽ BJPക്ക് വളരെയധികം പിന്നോക്കം പോയിട്ടുണ്ട്. അത് എന്താണെന്ന് അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാലേ മനസ്സിലാവുള്ളൂ. പിണറായി വിജയൻ ഇതിൽ നിന്ന് എന്തെങ്കിലും പാഠം പഠിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല, അല്ലെങ്കിൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇനി അദ്ദേഹം ഒരു തിരുത്തലിനൊന്നും ഉള്ളൊരു ബാല്യം ആൾക്കുണ്ടെന്ന് തോന്നുന്നില്ല. ബാക്കിയുള്ളവർ ഇതിലിപ്പോൾ തോറ്റ സ്ഥാനാർത്ഥികൾക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർക്കോ ഇതിലൊരു വിഷമം തോന്നേണ്ട കാര്യമൊന്നുമില്ല. പാർട്ടീനെ ഞാൻ മുൻപ് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ പാർട്ടീനെ സ്നേഹിക്കുന്നവർ, പാർട്ടിയുടെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് പാർട്ടി വ്യതിചലിക്കുന്നു എന്ന് കണ്ടപ്പോൾ പാർട്ടിക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് പോലെ ഒരു തിരുത്തലിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു ചികിത്സ മാത്രമായിട്ട് കണ്ടാൽ മതി. ഇതിന് 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലും ഇനിയും അവസരങ്ങളുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇത് പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്ത് മാത്രമായിട്ട് കണ്ടാൽ മതി. ബാക്കിയുള്ള നേതാക്കന്മാർ ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാൽ പിണറായി വിജയൻ ഇങ്ങനെ ചെയ്യുന്ന കൊള്ളരുതായ്മകളെ അവർ കണ്ണടച്ചു. അതിനെതിരെ പ്രതികരിച്ചില്ല. പ്രതികരിക്കാൻ അവർക്ക് പറ്റില്ലായിരുന്നു ആയിരിക്കാം. എന്ത് തന്നെ ആയാലും അവർ പ്രതികരിച്ചുമില്ല. ഈ തലച്ചോറ് AKG സെന്ററിൽ പണം വെച്ച അണികൾ, ന്യായീകരണ കമ്മികൾ എന്ന് പറയുന്ന അണികൾ, അവർ ഇതിനൊക്കെ എല്ലാ സർവശക്തിയും എടുത്തിട്ട് ഇതിനെ ന്യായീകരിക്കായിരുന്നു. അതാണ് ജനങ്ങൾ അതിനെതിരായിട്ട് വിധിയെടുത്തത്. ഈ വിജയത്തിൽ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ഒരൊറ്റ കാരണക്കാരനേ ഉള്ളൂ. അത് ഈ കാരണഭൂതൻ പിണറായി വിജയൻ മാത്രമാണ് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഇതിലിപ്പോൾ UDFന്റെ ഒരു നേതാവിനും ഇതിൽ ഊറ്റം കൊള്ളാനൊന്നുമില്ല ഈ വിജയത്തിൽ. ഇത് ജനങ്ങൾ ഒരു അവസരം കിട്ടിയപ്പോൾ പിണറായി വിജയനെതിരെ വിജയിച്ചു. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു തുടർഭരണം LDF നേടിക്കൊടുത്തൊരു നേതാവാണ്. അതുപോലെ തന്നെ LDFന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് LDFനെ നയിച്ച ഒരു നേതാവ് കൂടിയാണ് പിണറായി വിജയൻ. ഈ 2 കാര്യത്തിലും അദ്ദേഹത്തിന് അഭിമാനിക്കാം. അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു വിധിയെഴുത്ത് നടത്തിയ ജനങ്ങൾക്കും അഭിമാനിക്കാം. നന്ദി, നമസ്കാരം.